അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് അങ്ങ് മദീനയിൽ നടന്ന ഒരു ചരിത്ര സംഭവത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ്, അല്ലെ? നമ്മുടെ രോമം എഴുന്നേറ്റ് നിൽക്കുകയാണ്, നമ്മുടെ മനസ്സിനകത്തൊരു പേടി വരികയാണ്. അതങ്ങനെ ആയിരുന്നു മഹാനവറുകളുടെ ആ ധീരത. അന്ന് ആ നാട്ടിൽ ജീവിച്ചിരുന്ന ചെറിയ ചെറിയ കുട്ടികൾക്ക് പോലും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയാമായിരുന്നു. അവിടുന്ന് പേടിയുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ കുട്ടികള് ഭക്ഷണം കൊടുക്കുമ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്താ പറയാറുള്ളത്? ആ നായി വരും, അല്ലെങ്കിൽ കുറുക്കം വരും, നിന്നെ പിടിച്ചുകൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിപ്പിച്ചിട്ടൊക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട്. എന്നാൽ അങ്ങനെ പേടിപ്പിച്ച് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, അതൊരു വിഷയം വേറെയാണ്. എന്നാൽ അന്ന് മദീനയിൽ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്, ഭക്ഷണം കഴിക്കാത്ത കുട്ടികളോട് ഞാനിപ്പോ ഉമറിനെ വിളിക്കും, ഇപ്പൊ ഉമർ വരും ഇതിലേ കൂടി എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത് റളിയല്ലാഹു അൻഹു. അപ്പൊ അത്രത്തോളം ധീരനായ, എല്ലാ ആളുകൾക്കും അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഭരണകാലം, നമ്മുടെ രാഷ്ട്രപതിയായ ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിജി മഹാനവറുകൾ പറഞ്ഞത് ഇന്ത്യയിൽ, അതായത് നമ്മുടെ നാട്ടിൽ ഉമറിന്റെ ഭരണം വരണം എന്നുള്ളതാണ്. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ ആ ചരിത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണകാലത്ത് രാത്രി സമയത്ത് വേഷം മാറിയിട്ട് തൻ്റെ അനുചരന്മാരെയും കൂട്ടിയിട്ട് നാട് ചുറ്റുക പതിവായിരുന്നു. ആ നാട്ടിലുള്ള ജനങ്ങളുടെ ക്ഷേമം അറിയാൻ വേണ്ടി, നാട്ടിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടറിയാൻ വേണ്ടി മഹാനവറുകൾ രാത്രി വേഷം മാറിയിട്ട് നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടന്നിട്ട് ഒരു മലഞ്ചെരിവിലെത്തുമ്പോൾ മഹാനവറുകൾക്ക് ഒന്ന് വിശ്രമിക്കണം എന്ന് തോന്നി. അങ്ങനെ വിശ്രമിക്കാനിരുന്നപ്പോ അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ കുടിലുണ്ടായിരുന്നു. വളരെ ദരിദ്രരായ ഒരു ഉമ്മയും മകളും താമസിക്കുന്ന ഒരു ചെറിയ കുടിൽ. ആ കുടിലിൽ നിന്നും ബഹുമാനപ്പെട്ടവർ ഒരു ശബ്ദം കേൾക്കുകയാണ്. അതായത് ആ ഉമ്മ മകളോട് പറയാണ്, മകളെ, നേരം വെളുക്കാറായി, നാളെ രാവിലെ ആളുകൾ പാല് വാങ്ങാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് വരും. ആ സമയത്ത് പാല് കൊടുക്കാൻ തേഞ്ഞില്ലെങ്കിലോ, പാല് കൊടുക്കാൻ മതിയായില്ലെങ്കിലോ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് പാല് അധികരിപ്പിക്കുക എന്ന്. ഇത് കേൾക്കുമ്പോൾ ഈ മകൾ ഉമ്മാനോട് ചോദിക്കുകയാണ്, അല്ല ഉമ്മ, നമ്മുടെ ഖലീഫ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വിളംബരം നടത്തിയിട്ടുണ്ട്. അതായത് മനുഷ്യരെ വഞ്ചിക്കുക എന്നുള്ളത് അത് വലിയ കുറ്റമാണ് അള്ളാഹുവിൻ്റെ അടുത്ത്. അത് ഉമ്മ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ ഉമ്മ പറയുന്നത്, യാ മോളെ, ആ ഖലീഫ അങ്ങ് മദീന പട്ടണത്തിലല്ലേ? നമ്മൾ ഈ മലഞ്ചെരുവിൽ ഈ പാലിൽ വെള്ളം ചേർക്കുന്നത് ബഹുമാനപ്പെട്ടവരെങ്ങനെ അറിയാനാണ്? ആ സമയത്ത് മകള് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല ഉമ്മ, ആ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ കാണും എന്നല്ല, അള്ളാഹു കാണുമെന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന തെറ്റ് അള്ളാഹു കാണുന്നില്ലേ? എന്നാൽ ഈ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പുറത്തുനിന്ന് കേൾക്കുകയാണ്. ഈ വിഷയം മനസ്സിലാക്കിയ ഉമർ റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഈ വീട് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. അങ്ങനെ ആ വീട്ടിലുള്ള ആ പെൺകുട്ടിയെ തൻ്റെ ചെറിയ മകനാകുന്ന ആസിം റളിയല്ലാഹു അൻഹുവിനിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എത്ര ദാരിദ്ര്യത്തിലായാലും അള്ളാഹുവിനെ പേടിക്കുക, അള്ളാഹുവിൽ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആരും അറിയാത്ത സമയത്താണെങ്കിലും നമ്മൾ തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് നമ്മൾ ഒറ്റക്കായിരിക്കുമ്പോൾ, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ്. എന്നാൽ അങ്ങനെയുള്ള സമയത്ത് പോലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തെറ്റ് ചെയ്യാതിരുന്ന ആ പെൺകുട്ടിക്ക് അള്ളാഹു തആല കൊടുത്തൊരു ഭാഗ്യം നോക്കണം. ലോകം മുഴുവനും അറിയപ്പെടുന്ന രാജാവായ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരുമകളായി അവിടത്തേക്ക് പോകാൻ കഴിഞ്ഞു. അതിനേക്കാളും വലിയ ഭാഗ്യം എന്താണ് വേണ്ടത്? ബഹുമാനപ്പെട്ടവരുടെ മകന്റെ ഭാര്യയായിട്ട് ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അതാണ് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല വലിയ ഭാഗ്യം കൊടുക്കും എന്നുള്ളത് ഇവിടെ ഒരു പാഠമാണ്. അപ്പോ അള്ളാഹുവിനെ നമ്മൾ പേടിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളായിട്ട് ചില കാര്യങ്ങൾ തോന്നിയേക്കാം. പക്ഷേ അതിനേക്കാളും വലിയ സന്തോഷം
നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല തന്നില്ല എങ്കിൽ നാളെ നമ്മുടെ മരണത്തിന് ശേഷം അല്ലാഹു തആല ഉറപ്പായിട്ടും തരും. കാരണം എന്താ? ഈ ദുനിയാവ് എന്ന് പറയുന്നത് അദ്ദുനിയ മസ്റാത്തുൽ ലിൽ ആഖിറ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ള ഒരു കൃഷിസ്ഥലമാണ്. ഇവിടെ നമ്മളിങ്ങനെ കൃഷി ചെയ്തുകൊണ്ട് നമ്മളിവിടെ ബുദ്ധിമുട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടിയാലാണ് നാളെ നമുക്ക് അതിൽ നിന്നുള്ള ധാന്യങ്ങൾ പറിച്ചെടുക്കാൻ കഴിയുള്ളൂ. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് ഈ കഴിയുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരുപാട് മുതലുകൾ ഇറക്കണം നമ്മുടെ ഈ ദുനിയാവില്, അതായത് ദുനിയാവാകുന്ന കൃഷിസ്ഥലത്ത്. എന്നാൽ നാളെ അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ കൈകടിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള വിളവുകൾ നമുക്ക് അവിടെ എടുക്കാൻ കഴിയും. അതാണ് നമ്മൾ പാഠമാക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ പാഠമാക്കിയത് എത്ര തനിച്ചായാലും ആര് നമ്മെ കണ്ടില്ലെങ്കിലും അല്ലാഹു തആല നമ്മെ കാണുന്നുണ്ട് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ വേണം. അതുപോലെ തന്നെ അള്ളാഹുവിനെ നമ്മൾ പേടിച്ച് ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൽ തഖ്വ ചെയ്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമുക്ക് വലിയ പ്രതിഫലം നൽകുന്നുണ്ട്, വലിയ സന്തോഷം നൽകുന്നുണ്ട് എന്നുള്ള പാഠവും നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൽ തഖ്വ ചെയ്തുകൊണ്ട് അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അടിമയായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ സുവലോക സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.